പ്രളയത്തിന് പിന്നാലെ തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിൽ ജനജീവിതം ദുസ്സഹമായി തുടരുകയാണ്. താറുമാറായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. മൊബൈൽ നെറ്റ്വർക്കും തകരാറിലായി. തൂത്തുക്കുടിയിൽ നിന്ന് MG പ്രതീഷ് ഉണ്ട് വിവരങ്ങളുമായി. പ്രതീഷ്, പറഞ്ഞതുപോലെ വൈദ്യുതി ബന്ധം ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല. മൊബൈൽ നെറ്റ്വർക്ക് തകരാറിലാകുന്നു. കൂടാതെ പല മേഖലകളിൽ നിന്നും ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല എന്നൊക്കെയുള്ളത് ഒട്ടേറെ ആളുകൾ ക്യാമ്പിൽ തന്നെ തുടരുകയാണ്. അതായത് തൂത്തുക്കുടിയിലും തിരുനെൽവേലിയും ഒക്കെ ജനജീവിതം അങ്ങേയറ്റം ദുസ്സഹമാണ് ഇപ്പോഴും, അതല്ലേ? തിരുനെൽവേലിയിലും തൂത്തുക്കുടിയിലും ബാധിച്ച പ്രളയം ജനജീവിതം വളരെ ദുരിതം പൂർണ്ണമാക്കിയിരിക്കുകയാണ്. കാരണം വലിയ തരത്തിൽ ഇപ്പോഴും ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്. പല മേഖലകളിലും വലിയ തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ അത്തരമൊരു ദുരിത കാഴ്ചകളാണ്. പല മേഖലകളിലും വെള്ളം ഇറങ്ങാത്തത് കൊണ്ട് തന്നെ ക്യാമ്പുകളിൽ കഴിയുന്ന നിരവധി ആളുകളുണ്ട്. നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു, കൃഷി നശിച്ചു. അങ്ങനെ വ്യാപകമായ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നാശനഷ്ടങ്ങളുമാണ് തൂത്തുക്കുടി തിരുനെൽവേലി മേഖലയിലുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തൂത്തുക്കുടി ഡയമണ്ട് കോളനിയാണ്. ഈ കോളനി ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട്. വലിയ തരത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമാണ്. கரண்ட் வந்துட்டு மட்டும் தமிழ்நாடு கவர்மெண்ட் சொல்ல வேண்டாம். தூத்துக்குடியில கவர்மெண்ட்ல இங்க கரண்ட் கிடையவே கிடையாது. இந்த ஏரியால இந்த டைமண்ட் காலனிங்கிற ஒரு தெரு இருக்கிறதே யாருக்குமே தெரியாது. சோ அதனால இங்க இருக்கிற அந்த வீட்டுல இருக்க பிள்ளைங்க எங்க போனாங்கன்னு கூட எங்களுக்கு தெரியாது. இந்த தெருவே எங்களோட இதுல நாங்களே முயற்சி பண்ணி வாழ்ந்துட்டு இருக்கோம். முடிஞ்ச அளவுக்கு எங்களுக்கு சீக்கிரம் இதை ரெக்டிஃபை பண்ணி கொடுக்க சொல்லுங்க, அவ்வளவுதான். 3 நாளா நாங்க சாப்பாட்டுக்கு வழி இல்லாம அவ்வளவு கஷ்டப்பட்டுக்கிட்டு இருந்தோம் நாங்க. ஆனா இந்த இதுல எல்லாம் கை குழந்தைய வச்சுக்கிட்டு பாவம் எங்களாலேயும் அவங்களால காப்பாற்ற முடியல. எங்க இருக்காங்கன்னு எங்களுக்கு அதை நினைச்சு ரொம்ப கஷ்டம். நாங்களா ஒரு சேஃபா மச்சுப்படி ஏறி அப்படி வந்துட்டோம். மொட்டை மாடி தாண்டி நாங்கெல்லாம் போனோம். வயசானவங்க எல்லாம் அவ்வளவு கஷ்டப்பட்டுட்டாங்க இந்த திருப்பு. ஆனா யாருமே எங்களை எட்டியே பாக்கலாம். எங்களுக்கு அதுதான் ரொம்ப கஷ்டமா இருக்கு. வயசானவங்க பச்சை பிள்ளைல வச்சுட்டு இருக்காங்க, பார்க்க கஷ்டம். இந்த ஓடையை நாங்க சொல்லிக்கிட்டே இருக்கோம், கவர்மெண்ட் அதை ஏறெடுத்தே பார்க்க மாட்டேங்கிறாங்க. எங்களுக்கு ரொம்ப மோசம் தான். இங்க குடிக்கிறது கூட இப்ப வழி இல்ல. நேற்று எங்களுக்கு ஒரு இடத்துல இருந்து 2-3 தட்டு சாப்பாடு கொடுத்தாங்க. அதை கொண்டு வந்து சின்ன பிள்ளைகளுக்கு பெரியவங்களுக்கு கொடுத்துருக்கோம். நாங்க இன்னும் சாப்பிட்டு 2வது நாள்ல இருக்கு. 1.5 நாள் ஆச்சு இன்னும் சாப்பிட்டு. பசங்கள்லாம் சாப்பிட்டு லேடிஸ்க்கு கொஞ்சம் சாப்பாடு கொடுத்துட்டு இருக்கிறோம். எங்களுக்கு இன்னும் குடிக்கிறது கூட தண்ணி இல்ல. இந்த தண்ணியை தான் நாங்க சமைக்கிறதுக்கு சூடு பண்ணி ஃபில்டர் பண்ணி தான் யூஸ் பண்ணிட்டு இருக்கோம். அதுலயே ரொம்ப பிரச்சனை எங்களுக்கு. அதனாலே இப்ப ஒருத்தர் காய்ச்சல்ல இருக்கிறாங்க, ஃபீவர்ல. மெடிக்கல் கூட யாரும் வர மாட்டேங்காங்க இன்னும். തൂത്തുക്കുടിയിലെ ഈ പ്രളയ സാഹചര്യം എങ്ങനെയാണ്? കാരണം ജനങ്ങൾ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കം ഈ പ്രളയ മേഖലകൾ സന്ദർശിക്കാനിരിക്കുകയാണ്. പക്ഷേ വ്യാപകമായ പരാതികളാണ് സർക്കാരിനും മറ്റ് ജനപ്രതിനിധികൾക്കുമെതിരെ ജനങ്ങൾ ഉയർത്തുന്നത്. കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തിയില്ല, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയില്ല എന്നതടക്കമുള്ള വലിയ തരത്തിലുള്ള പരാതികൾ ജനങ്ങൾ ഉന്നയിക്കുന്നു. അവർ ഇപ്പോഴും ബുദ്ധിമുട്ടിലാണ്. അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, വേണ്ട ഭക്ഷണങ്ങളില്ല. അത്തരത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ് ഓരോ ജനങ്ങൾക്കുമുള്ളത്. ബന്ധപ്പെട്ട അധികാരികൾ ഇത്രയും വേഗം ഇടപെട്ട് അവർക്ക് പരിഹാരം കാണണമെന്നും ആവശ്യമായ ദുരിതാശ്വാസ സഹായങ്ങൾ നൽകണമെന്നുമുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് അവർ നടത്തുന്നത്. അതാണ് ദുസ്സഹമായ സാഹചര്യത്തിലാണ് ഇപ്പോഴും തൂത്തുക്കുടിയിൽ നിന്ന് MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. തങ്ങൾക്കിപ്പോഴും കുടിവെള്ളം പോലും നല്ലത് കിട്ടാനില്ല. അസുഖം വന്നാൽ മെഡിക്കൽ സൗകര്യമില്ല. ഒപ്പം വൈദ്യുതി ബന്ധം ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല. മൊബൈൽ നെറ്റ്വർക്ക് പൂർണ്ണമായി തകരാറിലായിട്ട് ദിവസങ്ങളായിരിക്കുന്നു. അങ്ങനെ വലിയൊരു കഷ്ടപ്പാടിൻ്റെ അവസ്ഥയിലാണ് അവിടെയുള്ളവർ.